പൊരിഞ്ഞ് വെച്ചൊരു 7:30 കൊടുക്കത്ത മഴ, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നല്ല ഡീഫൊരു പരിപാടിക്ക് ഒരു 11 പൊതിച്ചോറുണ്ടായിന് യൂണിറ്റിൽ. പൊതിച്ചോറ് കൊടുത്ത് നേരെ സ്ഥലത്തേക്ക് പോയി. എല്ലാവർക്കും പൊതിച്ചോറെല്ലാം കൊണ്ടുവന്ന് വണ്ടിയിലെല്ലാം കയറ്റി എല്ലാവരും പണിയെടുത്ത് ഞാനേ ഫോൺ നോക്കി വയ്ക്കുന്നു. എല്ലാവരും പണിയെടുത്ത് ഞാനേ ഫോൺ നോക്കി വയ്ക്കുന്നു. പണിയെടുക്കാൻ കൂടിയിട്ടാന്നല്ല, കൂടി നേരെ പൊതിച്ചോറും കൊണ്ട് പെരിയത്തേക്ക് പോകും. പെരിയത്തേക്ക് പോകുമ്പോഴേക്ക് എല്ലാം പിള്ളേർ കാണുന്നുണ്ട്. സംഭവം ഒന്നും അറിയില്ല. ഇപ്പോൾ സ്കൂളിൽ വെക്കേഷൻ സമയമല്ലോ പിള്ളേർക്കെല്ലാം. സ്കൂളിൽ പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറം ഇപ്പുറലായിട്ട്. കണ്ട പിള്ളേരെല്ലാം വരുന്നു യൂണിഫോമിലിട്ട് പിള്ളേരൊന്നും പരിപാടി ആർക്കറിയാം. ഇപ്പം ക്ലാസ് പിള്ളേർക്കെല്ലാം കഷ്ടപ്പാട് തന്നെ. അല്ലെങ്കിൽ വണ്ടിയിലെല്ലാവരും ബിസി ഫോൺ നോക്കിയിരിക്കണം. ആ ഫോൺ സീനാണ് മോനെ. ആകാശത്തമേഘം താഴെ വണ്ടിയിൽ ഇങ്ങനെ കൂട്ടി ഇട്ടേക്കുക. പെരിയാരം പോകുന്ന വയ്ക്കത് പെരിയാരം മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത്. ഇപ്പം പെരിയാരം കോളേജ് മെഡിക്കൽ കോളേജ് ഉണ്ടോ? ആ കാണാൻ മൊത്തം പെരിയാരം മെഡിക്കൽ കോളേജ്. 12 മണിയാകുമ്പോൾ നമ്മൾ എടുത്തു. നമ്മൾ ലേശം ലേറ്റായി. ഫുഡ് കൊണ്ട് വണ്ടി നേരത്തെ നമ്മൾ കുറച്ച് നേരം ലേറ്റായി പോയി. വരുന്നേക്ക് ഒരു ബ്ലോക്ക് പെട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. ഫുഡ് കൊടുക്കാൻ പിന്നെ ഫുഡ് എടുത്ത് വെക്കാൻ മറ്റെല്ലാം കൂടി അങ്ങനെ വീട് നടക്കാൻ പറ്റിയില്ല. ഫുഡ് ഓരോരാൾക്കായി കൊടുത്ത് വിട്ട് പിന്നെ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. 4 മണിയാകുമ്പോൾ സിനിമക്ക് പോകാൻ എണീച്ച് വണ്ടി എടുത്ത് വിട്ട് ബൈക്കെടുത്ത് നേരെ സിനിമക്ക് പോകാൻ എണീച്ച് സിനിമക്ക് പോകുന്ന വഴിക്ക് ഓണക്കുന്ന് പാലത്തറ ഓണക്കുന്ന് വഴിയാണ് പോയത്. നേരെ സിനിമക്ക് ചെങ്ങായിനെ കൂട്ടാണ്ട് ചെങ്ങായിനെ കൂട്ടാൻ പോകുന്ന പോക്കാണ് അതിനൊക്കെ അടിമ്പിറ്റ്. എൻ്റെ കൈയും കാലിൽ ഒടിഞ്ഞെടുക്കുക. വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് പോകണം അവൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല വഴിയാണ്. നേരെ വിടാം, സുഖമായിട്ട് പോവാം, ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവനിപ്പം കാണാം കൈ ഒടിഞ്ഞിട്ട്, 2 കൈ ഒടിഞ്ഞിട്ട്. പിന്നെ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞേ അറിയില്ല. ഇനി അവനെ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി വൈകി 4 ടിക്കറ്റ് ഒക്കെ 4. ഇപ്പോൾ അവൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ 4 അടുത്ത് തന്നെ ആയി. പോകാൻ വരും ചടിത്തുള്ളിക്കൊണ്ട് ഓടി വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഉള്ളിൽ കയ്യും മുറിഞ്ഞ് കഷ്ടപ്പെട്ട് സിനിമക്ക് ചെയ്യുന്ന മഹാ. 4:30 ഷോ. നമ്മൾ എത്തുമ്പോൾ 4:45 ടിക്കറ്റിൽ. സിനിമ കുറച്ച് സ്റ്റാർട്ട് ചെയ്ത ഇന്റർവെല്ലെടുത്ത ഷോർട്സ്. അടിപൊളി കയറിയ സിനിമ അടിപൊളിയാണ്. ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. പിന്നെ ഫുഡ് അടിക്കാൻ തീരുമാനിച്ച് നേരെ ഫുഡ് അടിക്കാൻ. പട്ടിച്ചോ സാംസങ്ങിനെ പട്ടിച്ചോ. ഏതാ ഫോണേത് ഫോണില്ല. പിന്നെ നിന്റെ കയ്യിലെന്താ കുന്നാണോ? ചെക്കൻ്റെ ഡെഡിക്കേഷൻ കാണാൻ 2 കൈ ഒടിഞ്ഞിട്ട് ചെക്കൻ സിനിമ കാണാൻ വിളിക്കുമ്പോഴൊക്കെ പറന്നെത്തി. ഒന്നും പറയില്ല ചെക്കൻ്റെ കാര്യത്തിൽ. നീ ഫേസ് ഒന്നും നടക്കണ്ട, ഓൾറെഡി നിന്റെ ഫേസ് പറയാൻ കിട്ടി. അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഷവായാലും ചെക്കൻ്റെ ചിലവാണ്. ഷവായാലും കയ്യില സീൻ കൊള്ളാല വിളി. ഐഫോൺ വന്നിരിക്കുമ്പോൾ സാംസങ് വന്നിരുന്നു. ഇത് കൊള്ളാല വിളി. ആ കണ്ടു പോകണ്ട. സിനിമയെ കുറിച്ച് പറ. നീ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് പറ. നീ എന്താ സിനിമ? സാംസങ്ങിന്റെ പട്ടിച്ച വന്നു പറയാനുള്ളത്. അങ്ങനെ പറയാം. ഞങ്ങൾക്ക് ഐഫോൺ പറഞ്ഞു പറ. സിനിമയെ കുറിച്ച് പറ. എങ്ങനെയുണ്ടായി സിനിമയുടെ പേരെന്ന്? സിനിമയുടെ പേര് പറഞ്ഞു. ഞാൻ കൈ വിളിച്ചാൽ പണിയാവും. പിന്നെ പറയാ പറ. കണ്ട ചെക്കൻ്റെ ഡെഡിക്കേഷൻ കണ്ട. 2 കൈ. എനിക്ക് 2ാമത്തെ കൈ എൻ്റെ കൈമ ഫോണായി പോയി. ഇനി പറഞ്ഞു. നല്ല സിനിമ. എന്നിട്ട് നമ്മളെ മുദ്രാവാക്യം എന്താ? ഫുഡ് മുഖ്യം പിക്കില്ലേ. അങ്ങനെയാണ് നമ്മളെ പടം. ബുദ്ധപടത്തിലെ യുദ്ധമുഖത്തിലെ പുതിയ പടം. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് കാശ്. നമ്മൾ കാപാലികന്മാരാണ് ഗൈസ്. എൻ്റെ പ്ലേറ്റ് നോക്കറോ. ഞാനൊരു കോഴി പിച്ച് ചീന്തി. ഒരു കോഴി മറ്റൊരു കോഴി പിച്ച് ചീന്തുന്ന കാഴ്ചയാണ് എനിക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറൊരു കോഴി അടുക്കാൻ പറ്റാതെ അടുത്തെടുക്കും. ആ കൈ ഒന്നിച്ച് വന്നു. 2ാമത്തെ കൈ ഒന്നിക്കടാ. ഇല്ല ഞാൻ പിന്നെ ഇതിൻ്റെ ഡീക്കൂടെ കാണിച്ചു. ഒന്നാ മതി മനസ്സിലാ. ആ തിരുമോന്തി മതി. പിന്നെ ആദ്യമുണ്ട് 10 മണിയിലാകുമ്പോൾ ഫ്രണ്ട്സ് വിളിക്കുന്നു. വേറെ കുറച്ച് ഫ്രണ്ട്സ് വിളിച്ചിട്ട് സിനിമക്ക് പോകുന്നുണ്ട് വരുന്ന ഗുരുവായൂർ അമ്പലമില്ല. കൊള്ളാം, അടിപൊളി സിനിമ, കോമഡി ഫിലിം കൊള്ളാം.
നേരെ ചായ കുടിക്കാനുള്ളത്. ചായ കുടിക്കാൻ പോയത് അതിനെക്കാട്ടി നല്ല വിറ്റ്. എപ്പോഴും ചെറുതായിരിക്കും. ആറ്റിറ്റ്യൂഡ് കിങ്. വീട് വീഴുമ്പോഴൊക്കെ ആറ്റിറ്റ്യൂഡ് വരും. ചങ്ങോട്ട് നോക്കിട്ട് വന്നു എഴുതിക്കെട്ടി വരായിരുന്നു.